നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ശാരീരികമായ ഉപദ്രവം ഉണ്ടായില്ല. പക്ഷെ ഈ പ്രവർത്തകർ വന്ന് എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചില്ല. പോലീസ് പിന്നെ അത് നോക്കി നിന്നിട്ട് പിന്നെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കുമെന്നുള്ളതായപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീപക്ഷ സർക്കാർ എന്നാണ് LDF സർക്കാർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ അവകാശപ്പെടുന്ന LDF സർക്കാരിന്റെ ചില നേതാക്കന്മാർ ഒരു കോൺഗ്രസ് വനിതാ വൈസ് പ്രസിഡന്റിനോട് മോശമായി പെരുമാറി എന്ന ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലയൻകീഴ് പഞ്ചായത്തിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഒരു ഉപരോധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിന് നേരെ CPM നേതാക്കന്മാർ വലിയ രീതിയിലുള്ള, അതായത് പൊതുവിടത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ച് വലിയ രീതിയിൽ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള പരാതി. മാത്രമല്ല ഇതിന് പിന്നാലെ വൈസ് പ്രസിഡന്റിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അത് പിന്നാലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മലയൻകീഴ് പഞ്ചായത്തിൽ സംഭവിച്ചത്? ഈ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്താണ് നേരിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് പറയുകയാണ് വൈസ് പ്രസിഡന്റ് മായ രാജേന്ദ്രന്റെ പ്രതികരണത്തിൽ. ഇപ്പോ ഒരു സ്ത്രീയെ നേരിടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ എന്തായിരുന്നു ശരിക്കും കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് 2 ദിവസത്തിന് മുന്നേ നമ്മുടെ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അവിടുത്തെ കരാറ് ജീവനക്കാരനുമായിട്ട് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. അതിന്റെ പേരിൽ അവര് അനാവശ്യ കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ വളരെ ക്രൂരമായി പ്രസിഡന്റ് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് അവരുടെ ഒരു പ്രകടനം ആണ് അവിടെ നടന്ന പഞ്ചായത്ത്. പക്ഷെ ഉപരോധം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പ്രകടനം ഉണ്ടെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്നൊരു രോഗിയായ സ്ത്രീ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പ്രേരക്കായ അനിത എന്നെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഉപരോധം നടക്കുമായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ച ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ കാണാമെന്ന ഒരാളെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഞാൻ അകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ CDSന്റെ ചെയർപേഴ്സണായ RK സിന്ധു അവരുടെ കൈമുട്ടുകൊണ്ട് എന്റെ നെഞ്ചിലോട്ട് ഇടിച്ച് എന്നെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് ഞാൻ അത് വകവയ്ക്കാതെ ഞാൻ അകത്തോട്ട് പിന്നെയും കയറി. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അതിലുള്ള അനീഷ്, സുമേഷ്, അങ്ങനെ ഉണ്ണി, അന്തൂർകുണത്തോ ഉണ്ണി, വിഷ്ണു, പ്രകാശ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എനിക്കറിയാവുന്ന ആൾക്കാരാണ്. അവരെ അധികമായി ആക്രോശിച്ചുകൊണ്ട് എന്നെ ആക്രമിക്കാൻ വരികയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏരിയ സെക്രട്ടറി, ആ ഉദ്ഘാടകന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. അപ്പൊ വളരെ ഒരു സ്ത്രീയെ അപമാനിക്കത്തക്ക വിധത്തിലുള്ള, ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച വിധത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു അവിടെ നടന്നത്. അതുപോലെ തന്നെയായിരുന്നു അസഭ്യ വാക്കുകൾ എന്ന് ഒരു സ്ത്രീയെ ഇത്രയും മോശമായ രീതിയിൽ അസഭ്യം കൊണ്ട് അഭിഷേകം ചെയ്ത ഒരു ഇതായിരുന്നു ഇന്നലെ അവിടെ നടന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞു ഞാൻ അകത്തോട്ട് കയറുകയും പോലീസ് അവരെ ഗ്ലാസ് ഒക്കെ അടിച്ച് താർക്കാൻ വേണ്ടി അവർ വന്നപ്പോഴാണ് പോലീസ് ഇടപെട്ട് ഞാൻ അകത്ത് കയറി അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ തിരിച്ച ഉദ്ഘാടകൻ എന്നെ വളരെ മോശമറ്റ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് മൈക്ക് കൂടി സംസാരിച്ചത്. അവിടുത്തെ LC സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പൊ അത് മാത്രമല്ല, ഈ സമയത്ത് അത്രയും ഈ പ്രവർത്തകര് വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീ കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അസഭ്യവാക്കുകളാണ് പറഞ്ഞത്. എന്നെ ആക്രമിക്കാൻ വേണ്ടി മുഷ്ടി ചുരുട്ടി വന്ന പ്രവർത്തകരും അതിലുണ്ട്. പക്ഷെ ഞാനത് വകവയ്ക്കാതെ ഞാൻ അവിടെ തന്നെ നിന്നു. അവരെന്തെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും മോശപ്പെട്ട രീതിയിലുള്ള ഈ ഒരു അസഭ്യവാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അത്രമാത്രം മോശപ്പെട്ട വാക്കുകളാണ് അവര്, പോലീസ് എല്ലാവരും അവിടെ നിൽക്കുകയാണ് ഈ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. അത് ഞാനൊരു വൈസ് പ്രസിഡന്റ് ആണ്, പഞ്ചായത്തിന്റെ ഒരു വൈസ് പ്രസിഡന്റിന്റെ ഇതിലാണ് ഇവർ ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചത്. അത് ആ ഉദ്ഘാടനം കേട്ട് ആ വനിത അവരുടെ മെമ്പർമാരെല്ലാവരും കേട്ട് ഇത് ചിരിക്കുകയാണ് ചെയ്തത്. പാപത്തി അവര് ചിരിക്കുന്നു, അല്ലാതെ ഒരു സ്ത്രീയാണ് അവരെ അങ്ങനെ പറയാൻ പാടില്ലെന്ന് ആരും പറഞ്ഞില്ല. അവര് അത് കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടത്. അപ്പൊ അത്രയും അപ്പൊ എനിക്ക് പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടുകയും പിന്നെ ഞാൻ തിരിച്ച് മുകളിൽ പോയി സെക്രട്ടറിയോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് വളരെ പെട്ടെന്ന് എന്റെ തല പെരുക്കുകയും BP ഹൈ ആയി വരികയാണ്. എന്നെ പ്രവർത്തകരും അതിന്റെ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും കൂടി എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ടും 300 കൂടുതൽ BP ഉണ്ടായിരുന്നു. അവര് ഡോക്ടർമാരെ എന്നെ പേടിച്ചു. ആ രീതിയിലുള്ള ഒരു ഇതായിരുന്നു എനിക്ക് സംഭവിച്ചത്. ശരിക്കും ഈ ഉപരോധം എന്തിന്റെ പേരിലായിരുന്നു? ഇത് LDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പ്രസിഡന്റിന്റെ കരാറ് ജീവനക്കാരന്റെയുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ വിരോധം അവിടെ ഉണ്ടാക്കിയത്. വെച്ചാൽ അവരും ഇതുപോലെ കള്ളം പറഞ്ഞ് കേസ് കൊടുക്കുകയും പ്രസിഡന്റ് വളരെ ക്രൂരമായി അയാളെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സംഭവത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് എന്നോട് വൈരാഗ്യമുണ്ട്. അത് മാത്രമല്ല, ഒരു CPMന്റെ വാർഡിൽ നിന്ന് ഞാൻ വിജയിച്ചു വന്നതാണ്. അപ്പൊ ആ പാർട്ടിക്കും എന്നോട് അധികം വൈരാഗ്യമുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും പ്രാവശ്യം കിട്ടാത്ത ഒരു വാർഡിൽ നിന്ന് ഞാൻ വിജയിച്ചു വന്നതുകൊണ്ട് അവർക്ക് എന്നോട് സ്വാഭാവികമായി വൈരാഗ്യമുണ്ട്.
അപ്പൊ പ്രസിഡന്റിനെ നമ്മൾ അനുകൂലിച്ച് സംസാരിച്ചതിലും അവർക്ക് എന്നോട് വൈരാഗ്യമുണ്ട്. അപ്പൊ എന്നെ ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അവർ ഈ കൂട്ടമായിട്ട് എന്നെ മുഷ്ടി സഹിതം ചുരുട്ടിയാണ് ഓരോ പ്രവർത്തകർ വന്നത്. എന്നിട്ട് ആരടി നീ, നിന്നെ കാണിച്ചു തരാടി, നീ വെളിയിൽ ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ട് വാടി എന്ന് പറഞ്ഞിട്ടും ഒരു അസഭ്യ വാക്കാണ് പറഞ്ഞത്. അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയായിരുന്നല്ലോ അവിടെ നടന്നത്. അപ്പോ ഈ ജയിച്ച സമയത്ത്, ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഇലക്ഷൻ സമയത്ത് നേരിട്ടിട്ടില്ല. പിന്നെ ഈ നമ്മൾ ഈ വർക്കിന് പോകുമ്പോഴത്തേക്കും പിന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവര് ഓരോ വീടുകളിൽ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ ഇലക്ഷൻ വർക്കല്ലേ, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ നമ്മളാരെ കുറിച്ചൊന്നും പറയാൻ പോയിട്ടില്ല. അതിൽ നമ്മൾ ഒരു കാര്യമാക്കി എടുത്തിട്ടില്ല. വിജയിച്ചു വന്നപ്പോഴത്തേക്കും 101 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചു വന്നത്. അപ്പൊ അതിലവർക്ക് വളരെ പകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ശാരീരികമായ ഉപദ്രവം ഈ LDF നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. LDF നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ശാരീരികമായ ഉപദ്രവം ഉണ്ടായില്ല. പക്ഷെ ഈ പ്രവർത്തകർ വന്ന് എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചില്ല. പോലീസ് പിന്നെ അത് നോക്കി നിന്നിട്ട് പിന്നെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കുമെന്നുള്ളതായപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. അതുവരെ ഈ ഒരു നേതാവെന്ന രീതിയിൽ ആരും മുന്നോട്ട് വന്നില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊന്നും, ഒരു സ്ത്രീയാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയൊന്നും അവർ പ്രതികരിച്ചില്ല. പോലീസിന്റെ വനിതാ മെമ്പർമാരും അതിൽ പ്രതികരിച്ചില്ല. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായി, അതായത് ഒരു പെട്ടെന്നുള്ളൊരു മാറ്റൽ, ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. എനിക്ക് തോന്നുന്നു അവരത് പ്രതീക്ഷിച്ചില്ലേ ആണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പോലീസ്, വനിതാ പോലീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വനിതാ പോലീസാണ് എന്നെ അകത്തോട്ടാക്കാൻ, പോലീസുകാരെ കൂടെ ശ്രമിച്ചു, എന്നെ അകത്തോട്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോൾ ചങ്ങല കൊണ്ട് ഇത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരൊന്നും അത് തുറന്ന് ഞാൻ അകത്ത് കയറി. പിന്നെ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിൽ ജനങ്ങൾ വരുന്നതാണ്, ആവശ്യങ്ങൾക്ക് വരുന്നതാണ്, പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിടാൻ വേണ്ടി അവർക്ക് അധികാരമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത്. അവിടെ ഈ പ്രസിഡന്റിനെതിരെ ഉണ്ടായ ആ സംഭവങ്ങളുണ്ടല്ലോ, അത് ഇപ്പൊ ഉണ്ടായ പ്രശ്നമാണോ, അത് കാലങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടായ കരാർ ജീവനക്കാരനായിട്ട് നമ്മുടെ പ്രസിഡന്റിന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാം കേസ് മാറ്റമായിട്ടുണ്ടല്ലോ, പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അതിലോട്ട് പോയത് കൊണ്ട് ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്ഷയിലും വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ 90-100 രൂപയൊക്കെയാണ് ഓരോ അപേക്ഷകൾക്ക് അവർ ഈടാക്കുന്ന തുക. അപ്പൊ അതിന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ഓഫീസ് തുറന്നു നമ്മൾ മലങ്കിഴി ജംഗ്ഷനിൽ. അപ്പം പഞ്ചായത്തിന്റെ പിന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിന്റെയൊക്കെ അപേക്ഷ കൊടുക്കുവാനും ഒക്കെ ഉള്ള ഫ്രീ ആയിട്ട് 1 രൂപ പോലും നമ്മൾ അതിൽ നിന്ന് വാങ്ങാതെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു നമ്മളവിടെ വെച്ചത്. അപ്പൊ അതില് പയ്യന് പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീവനക്കാരിയാണ്, ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവനക്കാരിയാണ് അവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പ്രസിഡന്റിന്റെ റൂമിൽ വന്ന് പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് പൊടിയാണ്, അതാണ് ഇതാണ്, നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണോ, അങ്ങനെ പ്രസിഡന്റിനെയും ഒരുപാട് അനാവശ്യം കരാർ ജീവനക്കാരൻ പറഞ്ഞു. അപ്പൊ പ്രസിഡന്റ് കുറെ നേരം സമീപനം പാലിച്ചു. മിണ്ടാതെ കാര്യം എന്താണെന്ന് പറയാം, വിഷ്ണുവിന് എന്താണ് നേരിട്ടതെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടും ഇയാൾ അധികമായി സംസാരിക്കുകയും ആക്രോശിക്കുകയും ചെയ്തു. അപ്പൊ പ്രസിഡന്റും തിരിച്ച് ആ രീതിയിൽ ആ ഒരു സമീപനം എടുത്തു. അപ്പൊ പിന്നെ എല്ലാവരും ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത് കഴിഞ്ഞിട്ടും അയാള് ഞാൻ കോളേജിൽ അങ്ങനെയായിരുന്നു, ഞാൻ കോളേജിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അയാളെ കഴുത്തിന് പിടിച്ച് തള്ളി എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചു. പക്ഷെ ആ ഒരു സീന് പോലും അതിലില്ലെന്ന് അവര് തന്നെ പറയുന്നു. കഴുത്തിന് തള്ളിയ സീന് കാണുന്നില്ലല്ലോ. പ്രസിഡന്റ് സംസാരിക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിലവര് ഭയങ്കരമായിട്ട് ആ പാർട്ടി അതിൽ ഇടപെട്ട് അതൊരു വലിയൊരു പ്രകടനം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത്. ഒരു 11:10 ആയപ്പോഴാണ് ഞാൻ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയത്. പ്രസിഡന്റിനോടുള്ള ഒരു പ്രതിഷേധം അത് വൈസ് പ്രസിഡന്റിനോട് കാണിച്ചു. അതെ, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷ സർക്കാരാണ്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന മുന്നേ മുഖ്യമന്ത്രി വന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പോയതാണ്. അതും നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ ശാന്തമൂല വാർഡിലാണ് അത് നടന്നത്. അതിലെല്ലാം നമ്മൾ പങ്കെടുത്തതാണ്. നമ്മുടെ പ്രവർത്തകരെല്ലാവരും നമ്മളെ അറിയിക്കുകയും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര്, കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. സ്ത്രീ സുരക്ഷയുടെ പദ്ധതി കൊണ്ടുവച്ചു, നമ്മുടെ ആൾക്കാർക്കൊക്കെ 1000 രൂപയുടെ ഇത് വന്നു എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം ആൾക്കാർക്ക് വന്നെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൽ നമ്മൾ പങ്കെടുത്തു, പ്രസിഡന്റ് പങ്കെടുത്തു, ഞാൻ പങ്കെടുത്തു ഒക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീ എന്നുള്ള ഇതില് അവരെ ഒരു പരിഗണനയും നൽകാതെ ഇത്രയും ആക്രോശമായി അനാവശ്യ വാക്കുകൾ, അസഭ്യ വാക്കുകൾ സാധാരണ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ അസഭ്യ വാക്കുകൾ.
അത്രമാത്രം അവരെന്നെ പറഞ്ഞു. അതിൽ അവരുടെ പാർട്ടിയോ അവരുടെ നേതാക്കളോ അതിൽ പ്രതികരിച്ചില്ല. അതാണ് പറയാനുള്ളത്. ഇപ്പോ കേസ് കൊടുത്തല്ലോ പോലീസ്. കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തു, പോലീസ് വന്നു, മൊഴിയെടുത്തു, എല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് ഇവർക്കെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീപക്ഷ സർക്കാർ, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന സർക്കാർ, അങ്ങനെയുള്ള സർക്കാരിന്റെ കീഴിലുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണ് ഒരു വനിതാ നേതാവിന് നേരെ ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ വലിയ രീതിയിലുള്ള അസഭ്യം പറച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യം. നടപടി വേണം എന്ന് വെച്ചാൽ അത്രയും മാത്രമല്ല, അവര് മൈക്കിൽ കൂടെയാണ് എന്നെ മോശമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നേതാവ് പറഞ്ഞത്. ഞാൻ ഇവിടെയുള്ള സ്ത്രീയല്ല, അവള് എന്നൊക്കെ ഉള്ള സംബോധനയോടെയാണ് അയാൾ സംസാരിച്ചത്. ഞാൻ വേറെ എവിടുന്നോ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ് മലയങ്കിഴി. അപ്പോൾ അവൾ ഇവിടെ ഉള്ളവളല്ല, അവളെ ഇറക്കുമതി ചെയ്തതാണ്, അവളെ ഭരിക്കുന്നത് കാണിച്ചു കൊടുക്കുക, അവള് വെളിയിൽ ഇറങ്ങട്ടെ. എന്നിട്ടും അവിടെയുള്ള പ്രവർത്തകർ വന്ന്, നീ വെളിയിൽ വാടി, നിന്നെ കാണിച്ചു തരാം, നീ ഇവിടെ എങ്ങനെയാണ് ഭരിക്കണമെന്ന് കാണിച്ചു തരാടി എന്നൊക്കെ ഉള്ള ഒരുപാട് മോശം. ഇത് മാത്രമാണ് മോശമല്ലാത്ത രീതി. ബാക്കി എല്ലാ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചാണ് എന്നെ സംസാരിച്ചത്. അപ്പോ മുന്നോട്ട് പോകും, നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനം. വേറെ ഒന്നും പറയാം, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. BP ഹൈ ആണ്, ഇപ്പോഴും നോക്കിയിട്ടും കുറവില്ല. ഹൈ BP യിലാണ് ഇവിടെ വന്നത്. കഴുത്തിന് ചെറിയ ഇതുണ്ട്. ഞാൻ ഇങ്ങനെ പിടിച്ചത് മുഷ്ടി ചുരുട്ടിയൊക്കെയാണ് വന്നത്. അവരുടെ കയ്യിലിരുന്ന കൊടിയൊക്കെ കൊണ്ടാണ് ആക്രമിക്കാൻ വേണ്ടി അവർ വന്നത്. ഇപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു നിലവിലെ ആരോഗ്യസ്ഥിതിയെ പറ്റി? ഡോക്ടർ ഹൈ BP ഇങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് അഡ്മിറ്റ് ആവണമെന്നാണ് പറഞ്ഞത്. BP നോർമൽ ആവും, നേരെ കിടക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കിതുവരെ BP ഉണ്ടായിട്ടില്ല. ഞാൻ BPക്ക് ഞാൻ മരുന്നും കഴിക്കുന്നില്ല. തീർത്തും ഒരു വനിതാ നേതാവ് എല്ലാവരും ചുറ്റും നിന്ന് ആക്രോശിച്ച് വരുമ്പോൾ ഉണ്ടാവും ഒരു നാണക്കേടും എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും അസഭ്യ വാക്കുകൾ മൈക്കിൽ കൂടെ പറയുകയും മറ്റുള്ള ആൾക്കാർ അത് കേൾക്കുകയും, സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീകൾ തന്നെ അത് ചിരിച്ച്, അവരുടെ CPMന്റെ മെമ്പർമാർ അത് ചിരിച്ചു തള്ളുകയും ചെയ്തു. അതൊരു വല്ലാത്തൊരു മനോവിഷമം ഉണ്ടായത്. വലിയ മനോവിഷമം ഉണ്ടാക്കി, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട്, ഒപ്പം തന്നെ ഒരു മാനസിക ബുദ്ധിമുട്ടും വലിയ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ട്.